ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഒരു നോമ്പിന്റെ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നോമ്പിന്റെ ചൈതന്യവും പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിന് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. 2020 നോമ്പ് നമുക്ക് ഒത്തിരിയേറെ വേദന തരുന്ന ഒരു കാലഘട്ടമാണ്. കാരണം പള്ളിയിൽ പോകാനോ പ്രാർത്ഥിക്കാനോ പറ്റാത്ത ഒരു സാഹചര്യം. ഒത്തിരിയേറെ പേര് കൊറോണ വൈറസിന്റെ ആധിക്യം മൂലം വേദന അനുഭവിക്കുന്ന ഒരു കാലഘട്ടം, ഒത്തിരിയേറെ ആകുലപ്പെടുന്ന ഒരു കാലഘട്ടം. സ്നേഹം നിറഞ്ഞവരെ, വീടിന്റെ അകത്തിരുന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കാനും ബൈബിള് വായിക്കാനും ഒക്കെ നമുക്ക് കഴിയട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുക. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നും വിശുദ്ധ ബലിയിൽ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം എന്നും നിങ്ങളെ കാത്തു സൂക്ഷിക്കട്ടെ. സ്നേഹം നിറഞ്ഞവരെ, ഈ നോമ്പിന്റെ കാലഘട്ടത്തില് വലിയൊരാഴ്ച നമുക്ക് ഒത്തിരിയേറെ ഓർമ്മ തരുന്ന ഒരു കാലഘട്ടമാണ്. വലിയൊരാഴ്ചയിലെ ഓശാന ഞായറിനെ കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുക. ഓശാന ഞായറാഴ്ച ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് 4 കാര്യങ്ങളാണ്. ഓശാന ഞായറിൽ നമ്മൾ എന്താണ് അനുസ്മരിക്കുന്നത്? യേശുവിന്റെ രാജകീയ പ്രവേശനമാണ് നമ്മൾ ഓശാന ഞായറിൽ അനുസ്മരിക്കുക. തന്റെ ദൗത്യം പൂർത്തിയാക്കി ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, തന്റെ സ്വർഗീയ പിതാവിന്റെ സന്നിധിയിലേക്ക് പോകാൻ സമയമായി എന്ന് മനസ്സിലാക്കിയ ഈശോ ജെറുസലേം പട്ടണത്തിലേക്ക് നടത്തുന്ന ഒരു യാത്രയാണ് ഓശാന ഞായർ. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ജെറുസലേം ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് ഒത്തിരിയേറെ ജനങ്ങള് തടിച്ചുകൂടിയിരിക്കുന്ന സാഹചര്യത്തിലേക്കാണ് ഈശോ ഒരു കഴുതയുടെ പുറത്ത് ജെറുസലേം പട്ടണത്തിലേക്ക് കടന്നു വരിക. രാജാതിരാജനായ ഈശോ തന്റെ രാജകീയ പ്രവേശനം അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് കടന്നു വരിക. സ്നേഹം നിറഞ്ഞവരെ, ഈ ഓശാന തിരുനാൾ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം, ക്രിസ്തുവാണ് നമ്മുടെ രാജാവ്, ഈ ലോകത്തിന്റെ നേതാവ്. അത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റില്ല. രണ്ടാമത്തെ കാര്യം, കുരുത്തോല. നമുക്കറിയാം, ഓശാന തിരുനാളിന് നമ്മൾ ഏറ്റവും കൂടുതൽ കയ്യിൽ പിടിക്കുന്ന ഒരു കാര്യമാണ് കുരുത്തോല. പണ്ടൊക്കെ നമ്മുടെ വീടുകളില്, പ്രാർത്ഥനാ മുറികളില് കുരുത്തോലകൾ ഉണ്ടായിരുന്നു. കുരിശുവര പെരുന്നാളിന് നമ്മൾ ഉപയോഗിക്കുന്ന ചാരം ഈ കുരുത്തോല കത്തിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ചാരമാണ്. പണ്ടൊക്കെ വീട്ടിലെ മൃഗങ്ങളൊക്കെ ജനിക്കുമ്പോ ഈ കുരുത്തോലകളിലെ കുറച്ച് കീറി അവരുടെ കഴുത്തിലൊക്കെ കെട്ടിക്കൊടുക്കുമായിരുന്നു. കുരുത്തോലയ്ക്ക് നമ്മുടെ ജീവിതത്തോട് അത്രയേറെ പ്രാധാന്യം ഉണ്ടായിരുന്നു. സ്നേഹം നിറഞ്ഞവരെ, ഈ കുരുത്തോല നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമുണ്ട്. എന്താണെന്നറിയോ? ഹൃദയം കഠിനമാക്കരുത് എന്ന് തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുക. നമുക്കറിയാം, ഇളം ഇലകളാണ് നമ്മൾ ഓശാന ഞായറാഴ്ച കയ്യിൽ പിടിക്കാനായിട്ട് എടുക്കുക. ഈ ഇളമില നമ്മളെ പഠിപ്പിക്കുന്നത് ഹൃദയം അത്രയും കഠിനമാക്കരുത്, കുറച്ചും കൂടിയൊക്കെ സ്നേഹത്തോടെയും കുറച്ചും കൂടിയൊക്കെ ഒന്ന് ക്ഷമിച്ചും പൊറുത്തും ജീവിക്കണമെന്നാണ് കുരുത്തോല നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം. സ്നേഹം നിറഞ്ഞവരെ, മൂന്നാമത്തെ കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുക. എന്താണ് ഓശാന? കർത്താവെ രക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയാണ് ഓശാന. ജനത്തിന് കർത്താവിന്റെ മുന്നിൽ രക്ഷയ്ക്കായിട്ട് ക്രിസ്തു അവതരിച്ചതുപോലെ ജീവിതത്തില് നമ്മളെ രക്ഷിക്കാനായിട്ട് ഒരു നാഥനുണ്ട് എന്ന തിരിച്ചറിവാണ് ഓശാന നമുക്കായിട്ട് തരിക. ഓശാന എന്ന വാക്കിന്റെ അർത്ഥം കർത്താവെ രക്ഷിക്കണമേ എന്ന് തന്നെയാണ്. സ്നേഹം നിറഞ്ഞവർ, ഇന്ന് ജനങ്ങളെല്ലാവരും എവിടെ നിന്ന് രക്ഷ കിട്ടുമെന്ന് ആശ്രയിച്ചുകൊണ്ട് ഓടി നടക്കുന്ന ഒരു കാലഘട്ടമാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ, ക്രിസ്തുവിൽ മാത്രമാണ് രക്ഷയുള്ളത്. ക്രിസ്തു മാത്രമാണ് നമ്മളെ രക്ഷിക്കാനുള്ളവൻ. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, രക്ഷകനായ ക്രിസ്തുവില് അഭയം പ്രാപിച്ചുകൊണ്ട് ജീവിക്കുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം. രക്ഷയ്ക്ക് വേണ്ടി ഓടി നടക്കുമ്പോഴും രക്ഷയ്ക്ക് വേണ്ടി എവിടെ നിന്ന് രക്ഷ കിട്ടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒത്തിരിയേറെ ദിവസങ്ങൾ ഇതിനു വേണ്ടി പരിചയ നടക്കുമ്പോഴും വേദനിക്കുമ്പോഴും ഓർക്കുക, ക്രിസ്തുവിൽ മാത്രമാണ് രക്ഷ. അതുകൊണ്ട് ക്രിസ്തുവിൽ രക്ഷ കണ്ടെത്തുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം. അവസാനത്തെ കാര്യം, എന്താണ് ഈ ദിവസം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം? നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. മൂല്യമില്ലാത്തവയ്ക്ക് മൂല്യം കൊടുക്കുന്ന ഒരു ദിവസമാണ് ഓശാന ഞായർ. ഞങ്ങളെ രക്ഷിക്കണമേ എന്ന ജനത്തിന്റെ പ്രാർത്ഥന നിലവിളി കേട്ട് കാതോർത്ത ദൈവം മൂല്യമില്ലാത്തവയ്ക്ക് മൂല്യം കൊടുക്കുന്ന ഒരു ദിവസമാണ് ഓശാന ഞായർ. നമ്മൾ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്താണ്? കുതിരയ്ക്ക് മാത്രമല്ല, കഴുതയ്ക്കും വിലയുണ്ട് എന്ന് പഠിപ്പിച്ചൊരു ദിവസമാണ് ഓശാന ഞായർ. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ്. സന്തോഷത്തിൽ മാത്രമല്ല, ദുഃഖത്തിലും ക്രിസ്തു ഉണ്ട് എന്ന് പഠിപ്പിച്ച ഒരു ദിവസമാണ് ഓശാന ഞായർ. സ്നേഹം നിറഞ്ഞവരെ, കഴുത ജനമങ്ങൾ ഏറുന്ന ഒരു കാലഘട്ടത്തില്
ഒത്തിരിയേറെ പേര് കഴുതയാക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തില് ഈ ഓശാന നായർ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം, നീ എത്ര കഴുതയാണെങ്കിലും, നീ എത്ര പൊട്ടനാണെങ്കിലും, നീ എത്ര കുറവുകളുള്ളവനാണെങ്കിലും ക്രിസ്തുവിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. നിന്റെ ജീവിതത്തിലെ എന്തെല്ലാം പോരായ്മകൾ ഉണ്ടെങ്കിലും, എന്തെല്ലാം കുറവുകൾ ഉണ്ടെങ്കിലും ക്രിസ്തുവിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. അതാണ് നമ്മൾ ഈ ഓശാന ഞായർ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം. ജീവിതത്തിൽ തോറ്റുപോകുമ്പോഴും പ്രതിസന്ധികൾ അനുഭവിക്കുമ്പോഴും എത്രയേറെ പരിശ്രമിച്ചിട്ട് ഒരു നല്ല ജോലി കിട്ടാതിരിക്കുമ്പോഴും കുടുംബജീവിതത്തില് ഭർത്താവിന്റെ മുന്നില് കഴുതയായി ഭാര്യ മാറുമ്പോഴും ജീവിതത്തില് മക്കള് പലതരത്തില് കഴുത ജന്മങ്ങളായിട്ട് മാറുമ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ക്രിസ്തുവിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ട്. പലരും നമ്മളെ നോക്കി പറഞ്ഞിട്ടുണ്ടാകും, എടാ കഴുതേ എന്ന് പറഞ്ഞിട്ടുണ്ടാകും. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ജീവിതത്തില് എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും, ആരൊക്കെ എന്നെ സ്നേഹിച്ചില്ലെങ്കിലും ക്രിസ്തു എന്നെ സ്നേഹിക്കുന്നുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, ഈ ഓശാന ഞായർ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം അത് തന്നെയാണ്. എനിക്ക് മൂല്യമുണ്ട്, എനിക്ക് വിലയുണ്ട്, ക്രിസ്തു എനിക്ക് വിലയിട്ടിട്ടുണ്ട്. ആ വില മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്നവരാകാൻ, ഓശാന ഞായറില് ക്രിസ്തുവില് അഭയം പ്രാപിച്ച് ജീവിക്കുന്നവരാകാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. അതിന് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. യേശുവിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.